മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് രാത്രി 7:15 രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മോദിക്കൊപ്പം 30-ലധികം പേർ മന്ത്രിമാരായി ചുമതലയേൽക്കും. ടിഡിപിക്കും ജെഡിയുവിനും 3 വീതം മന്ത്രിമാർ ലഭിച്ചേക്കും. ടിഡിപിയിൽ നിന്ന് രാംമോഹനും പി ചന്ദ്രശേഖറും മന്ത്രിമാരാകുമെന്ന് ഉറപ്പായി. ടിഡിപി ഇക്കാര്യം സ്ഥിരീകരിച്ചു. ജനസേന പാർട്ടി നേതാവ് പവൻ കല്യാൺ മന്ത്രിസഭയിൽ ചേരണമെന്ന താൽപര്യം പ്രധാനമന്ത്രി അറിയിച്ചതായാണ് സൂചന. ചടങ്ങിൽ വിവിധ രാഷ്ട്രത്തലവന്മാരും പങ്കെടുക്കും. സത്യപ്രതിജ്ഞ ചടങ്ങിന് മുൻപായി രാജ്ഘട്ടിലും വാജ്പേയി സമാധിയിലും ദേശീയ യുദ്ധ സ്മാരകത്തിലും മോദി പുഷ്പാർച്ചന നടത്തി. अर्पित करते हुए नजर आएंगे। രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ ചേരും. 8000-ലധികം ക്ഷണിതാക്കളുണ്ട്, വിവിധ രാഷ്ട്രത്തലവന്മാരുണ്ട്. പക്ഷെ അപ്പോഴും ഈ സമയത്തും സസ്പെൻഡ് തുടരുകയാണ്. ആരൊക്കെയാണ് മന്ത്രിസഭയിലേക്ക്, എത്ര പേരുണ്ട്, ആർക്കൊക്കെയായിരിക്കും പ്രധാന പദവികൾ എന്ന സസ്പെൻസ് ഇപ്പോഴും തുടരുന്നു അല്ലേ? ഭവ്യം മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറുകയാണ്. ഇന്ന് രാത്രി 7:15 സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും 30 മന്ത്രിമാരെങ്കിലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിൽ നിന്ന് 15 പേർ സഖ്യകക്ഷി നേതാക്കളായിരിക്കും. സഖ്യകക്ഷികളിൽ നിന്ന് എത്ര പേർ മന്ത്രിമാരാകുമെന്ന കാര്യത്തിൽ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും TDP ഇപ്പോൾ അവരുടെ 2 മന്ത്രിമാരുടെ പേരുകൾ അവരുടെ നേതാക്കൾ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി സാമൂഹ്യ മാധ്യമങ്ങൾ അത്തരം ആശംസകളൊക്കെ തന്നെ TDP നേതാക്കൾ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. 2 പേർ TDPയിൽ നിന്ന് ഇന്ന് എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്യും. TDP ആവശ്യപ്പെടുന്ന 4 മന്ത്രിസ്ഥാനമാണെങ്കിൽ പോലും ഒരുപക്ഷെ 2ഓ 3ഓ മന്ത്രിസ്ഥാനമായിരിക്കും TDPയിൽ നൽകുക. അതിൽ തന്നെ ഇന്ന് 2 പേരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് TDPയിൽ നിന്ന് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒന്ന് രാംമോഹൻ നായിഡു. ഒപ്പം തന്നെ രാംമോഹൻ നായിഡു നിലവിൽ TDPയുടെ ലോക്സഭാ കക്ഷി നേതാവാണ്. അദ്ദേഹം ഇന്ന് മന്ത്രിയാകുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഒപ്പം തന്നെ പി ചന്ദ്രശേഖർ, അദ്ദേഹം ഈ സഭയിലെത്തിയാത്ത അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥികളിലെ ഏറ്റവും സമ്പന്നന്മാരിൽ ഒരാൾ കൂടിയാണ്. അപ്പോൾ ഈ 2 പേരായിരിക്കും ഇന്ന് TDPയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. ഇതിൽ രാംമോഹന് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം നൽകും എന്നാണ് ഇപ്പോൾ TDP അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. JDUവിൽ നിന്ന് ഇന്ന് 2 പേർ സത്യപ്രതിജ്ഞ ചെയ്യും. ഒരു ക്യാബിനറ്റ് മന്ത്രി, ഒപ്പം തന്നെ ഒരു സഹമന്ത്രി എന്നിവരായിരിക്കും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. ഏതായാലും JDUവിന്റെ മുൻ അധ്യക്ഷൻ കൂടിയായ ലലൻ സിംഗിന്റെ പേര് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ഒപ്പം മറ്റ് ചില പേരുകൾ കൂടിയുള്ളത് ഒന്ന് സഞ്ജയ് ജ, മറ്റൊന്ന് കർപ്പൂരി താക്കൂറിന്റെ മകൻ രാംനാഥ് താക്കൂർ, അദ്ദേഹത്തിന്റെ പേരും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. BJPയിൽ നിന്ന് ഏതായാലും രാജ്നാഥ് സിംഗ്, അമിത്ഷാ തുടങ്ങിയവർ മന്ത്രിസ്ഥാനത്ത് എത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അമിത്ഷാ, നേരത്തെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അമിത്ഷാ വീണ്ടും ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മാറിയേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അമിത്ഷാ മന്ത്രിസഭയിലേക്ക് വരും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ, അല്ലെങ്കിൽ ലഭ്യമാകുന്ന സൂചനകൾ. JP നഡ്ഡയും ഒരുപക്ഷെ മന്ത്രിസഭയിൽ എത്താൻ തന്നെയാണ് സാധ്യത. ഒപ്പം നിതിൻ ഗഡ്കരിയും, കഴിഞ്ഞ തവണ ഉപരിതല ഗതാഗതത്തിന് മന്ത്രിയായിരുന്ന നിതിൻ ഗഡ്കരിക്കും മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും. പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവർ മൂന്നാം സർക്കാരിൻ്റെയും ഭാഗമായിരിക്കുമെന്നാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ചിരാഗ് പാസ്വാൻ, LJPയുടെ നേതാവാണ്, ചിരാഗ് പാസ്വാനും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കും. ഒപ്പം കുമാരസ്വാമി തുടങ്ങിയ നേതാക്കളുടെ വകുപ്പുകൾ സംബന്ധിച്ച് ധാരണയായിട്ടില്ലെങ്കിലും കുമാരസ്വാമി അടക്കമുള്ളവർ, JDSന്റെ നേതാവായ കുമാരസ്വാമി അടക്കമുള്ളവർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും 11:30 നിലവിലെ മന്ത്രിമാർക്ക്, അല്ലെങ്കിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന മന്ത്രിമാർക്ക് ഒരു ചായ സൽക്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കിയിട്ടുണ്ട്. 11:30 ഇത് നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭൂരിഭാഗം നേതാക്കൾക്കും ഇതിനോടകം തന്നെ മന്ത്രിമാരാകും എന്ന് പറഞ്ഞുള്ള ഒരു ഫോൺ കോൾ എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 11:30 ഏതായാലും പ്രധാനമന്ത്രി ഇവരുമായി കൂടിക്കാഴ്ച നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പായി രാഷ്ട്രപതി ഭവന് ഈ പട്ടിക കൈമാറാനാണ് സാധ്യത. സാധാരണഗതിയിൽ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഈ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തവരുടെ പട്ടിക കൈമാറാറുണ്ട്. അപ്പോൾ ഇന്ന് 10 മണിയോടുകൂടി തന്നെ ഒരുപക്ഷെ ഈ പട്ടിക കൈമാറാനാണ് നിലവിലെ സാധ്യത. ഏതായാലും രാഷ്ട്രപതി ഭവൻ ഒരുങ്ങിക്കഴിഞ്ഞു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി. 7:15 ഏതായാലും ഈ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. ഭവ്യ. ശരി, നന്ദി. രാഗേഷാണ് വിശദമായ വിവരങ്ങൾ നാഷണൽ ഡെസ്കിൽ നിന്നും പങ്കുവച്ചത്.